Viewers, welcome to my YouTube channel Biology Vlogs. അപ്പോൾ Livestock Inspector എക്സാം എഴുതുന്നവർക്ക് വേണ്ടിയിട്ട് ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു. ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ 324/2015 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്തത്. അതിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 17 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 17th ക്വസ്റ്റ്യൻ. Spermatozoa undergo maturation and development in dash part of male reproductive system. Spermatozoa ki maturation evada vechittana nadakkunnathu. Option A epididymis, option B vas deferens, option C seminal vesicle, option D sigmoid flexure. Idu discuss cheyidappol male reproductive system bovine male reproductive system nammal discuss cheyidappol oronnum paranjirunnu. Appam spermatozoa maturation nadakkunnathu epididymis vechittana. Option A aanu correct answer. அடுத்த question, type of teeth which is absent in cattle. Option A incisors, option B premolars, option C canines, option D molars. അപ്പം canines ആണ് cattle absent ആയിട്ടുള്ളത്. ഇത് നമ്മൾ ഡെന്റൽ ഫോർമുല പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിരുന്നു. അടുത്ത question, ideal dry period recommended for dairy cattle is dash days. Option A 45, option B 60, option C 90, ഓപ്ഷൻ ഡി 30. അപ്പോൾ 60 days ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ഫോർഡ് ട്രീ കോമൺലി സീൻ ഇൻ കേരള. ഓപ്ഷൻ എ സുഹാബൂൾ, ഓപ്ഷൻ ബി ഹൈബ്രിഡ് നേപ്പർ, ഓപ്ഷൻ സി ടപ്പിയോക്ക, ഓപ്ഷൻ ഡി കോങ്കോ സിഗ്നൽ. അപ്പോൾ എ ഫോർഡ് ട്രീ കോമൺലി സീൻ ഇൻ കേരള ഏതാണ്? സുഹാബൂൾ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ വാട്ടർ ഈസ് ആഡഡ് ടു മിൽക്ക് സ്പെസിഫിക് ഗ്രാവിറ്റി ഓഫ് മിൽക്ക് എന്ത് സംഭവിക്കും? Option A increases, option B decreases, option C remains constant, option D first increases then decreases. അപ്പോൾ നമുക്കറിയാം മിൽക്കിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത് കുറയും. ഓക്കെ, കാരണം എന്താണ്? അതിനകത്ത് SNF കണ്ടൻറ്റ് കുറയല്ലേ. അപ്പം വാട്ടർ ആഡ് ചെയ്യുമ്പം സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്ന കമ്പോണൻറ്റ് കുറയുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റിൽ. അടുത്ത ക്വസ്റ്റ്യൻ, type of feed containing more than 18% crude fiber is? Option A concentrates, option B roughages, option C molasses, option D urea. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, റഫേജസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഐഡൻറ്റിഫിക്കേഷൻ നോട്ട് സ്യൂട്ടഡ് ഫോർ വൈറ്റ് കോട്ടഡ് ആനിമൽസ് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഹോട്ട് അയൺ ബ്രാൻഡിങ്, ഓപ്ഷൻ ബി കെമിക്കൽ ബ്രാൻഡിങ്, ഓപ്ഷൻ സി ഫ്രീസ് ബ്രാൻഡിങ്, ഓപ്ഷൻ ഡി ടാഗിങ്. ഇത് നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് എന്താണ് കാറ്റിൽസിൻ്റെ ടോപ്പിക്കിൽ പറഞ്ഞതാണ്. അപ്പോൾ വൈറ്റ് കോട്ടഡ് ആനിമൽസിനെ നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഫ്രീസ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മെയിനായിട്ട് പറഞ്ഞിരുന്നു. ഇവിടെ ലിക്വിഡ് നൈട്രജനാണ് യൂസ് ചെയ്യുന്നത് ഫ്രീസ് ബ്രാൻഡിങ്ങിൽ. അതും ക്വസ്റ്റ്യനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിഗ്മെൻറ്റഡ് ആനിമൽസിനെ ഒരിക്കലും നമുക്ക് ഫ്രീസ് ബ്രാൻഡിങ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറഞ്ഞിരുന്നു. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ വൈറ്റ് കോട്ടഡ് ആനിമൽസ് ആണ്. വൈറ്റ് കോട്ടഡ് ആനിമൽസിനെയാണ് നമ്മൾ ഫ്രീസ് ബ്രാൻഡിങ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആഫ്റ്റർ ഡൈലൂഷൻ ദ ഡൈലൂട്ടഡ് സെമൻ ഈസ് എക്സാമിൻഡ് അണ്ടർ ഹൈ പവർ മൈക്രോസ്കോപ്പ് ഫോർ ഇവാലുവേറ്റിംഗ് വിച്ച് ഓഫ് ദി ഫോളോയിങ് പാരാമീറ്റർ? ഓപ്ഷൻ എ മാസ് ആക്ടിവിറ്റി, ഓപ്ഷൻ ബി കളർ, ഓപ്ഷൻ സി കൺസിസ്റ്റൻസി, ഓപ്ഷൻ ഡി മോട്ടിലിറ്റി. അപ്പോൾ നമ്മൾ എന്താണ് ഡൈലൂഷൻ സെമൻ ഡൈലൂട്ട് ചെയ്തിട്ട് എക്സാമിൻ ചെയ്യുമ്പോൾ ഹൈ പവർ മൈക്രോസ്കോപ്പിലാണ് എക്സാമിൻ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പാരാമീറ്ററാണ് നമ്മളവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ മോട്ടിലിറ്റിയാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സ്പെർം മോട്ടിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, യങ് വൺ ഓഫ് ടർക്കി ഈസ് നോൺ ആസ്? ഓപ്ഷൻ എ കോൾട്ട്, ഓപ്ഷൻ ബി ഫോൾ, ഓപ്ഷൻ സി കിഡ്, ഓപ്ഷൻ ഡി പൗൾട്ട്. ഇപ്പോൾ പൗൾട്ട് എന്നാണ് കറക്റ്റ് ആൻസർ. യങ് വൺ ഓഫ് ടർക്കി ഈസ് കാൾഡ് പൗൾട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻഡ്യൂസ്ഡ് ഓവുലേറ്റർ? പിന്നെ അത് ഇൻഡ്യൂസ്ഡ് ഓവുലേറ്റർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇത് ലാസ്റ്റ് സെക്ഷനിൽ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ലാസ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൽ. അപ്പോൾ ക്യാറ്റാണ്, അവിടെ ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. ക്യാറ്റാണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ ഇൻ ക്യാറ്റിൽ. ഓപ്ഷൻ എ സെർവിക്സ്, ഓപ്ഷൻ ബി ഹോൺ ഓഫ് യൂട്രസ്, ഓപ്ഷൻ സി ഫലോപ്പിയൻ ട്യൂബ്യൂൾ, ഓപ്ഷൻ ഡി എൻഡോമെട്രിയം. അപ്പോൾ ക്യാറ്റിലാണെങ്കിലും ഹ്യൂമൻ ബീയിങ്ങിലാണെങ്കിലും സൈറ്റ് ഓഫ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് ഫലോപ്പിയൻ ട്യൂബ്യൂൾ തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലഡ് ഗ്ലാൻസ് ആർ ഫൗണ്ട് ഇൻ? ഓപ്ഷൻ എ കോക്രോച്ച്, ഓപ്ഷൻ ബി എർത്ത് വേം, ഓപ്ഷൻ ഡി ഫ്രോഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ബ്ലഡ് ഗ്ലാൻസ് കാണപ്പെടുന്നത് എർത്ത് വേമിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ,
Joints between the skull and the vertebral column is known as option A pivot joint, option B bar and socket joint, option C gliding joint, option D എലിപ്സോയിഡ് ജോയിൻറ്റ്. അപ്പോൾ ജോയിൻറ്റ് ബിറ്റ്വീൻ സ്കള്ളിനും വെർട്ടിബ്രൽ കോളത്തിനും ഇടയ്ക്കുള്ള ജോയിൻറ്റ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് പിവോട്ട് ജോയിൻ്റ് ആണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹൈബ്രിഡൈസേഷൻ ടെക്നീക്ക് ഈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് സ്പെസിഫിക് പ്രോട്ടീൻസ് ഈസ് ഓപ്ഷൻ എ വെസ്റ്റേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ ബി സദേൺ ബ്ലോട്ടിംഗ്, ഓപ്ഷൻ സി DNA ഫിംഗർ പ്രിൻറ്റിംഗ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോ. ഹൈബ്രിഡൈസേഷൻ ടെക്നിക് യൂസ്ഡ് ടു ഡിറ്റക്ട് സ്പെസിഫിക് പ്രോട്ടീൻസ് എന്ന് പറയുമ്പം വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. കാരണം അവിടെ നമുക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിജൻസിനെ ഡിറ്റക്ട് ചെയ്യാനുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് ഉണ്ട്. ഓക്കെ, അപ്പം വെസ്റ്റേൺ ബ്ലോട്ടിംഗ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ ECG ദ വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ ഈസ് represented as ഓപ്ഷൻ എ Q വേവ്, ഓപ്ഷൻ ബി P വേവ്, ഓപ്ഷൻ സി QRS കോംപ്ലക്സ്, ഓപ്ഷൻ ഡി T വേവ്. അപ്പോൾ വെൻട്രിക്കുലാർ ഡീപോളറൈസേഷനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എന്താണ്, ഏത് പീക്കാണ് ECGയിൽ? അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, QRS കോംപ്ലക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടർണർ സിൻഡ്രം ഹാസ് ദ സെക്സ് ക്രോമസോം കോമ്പിനേഷൻ ഓഫ്. ടർണർ സിൻഡ്രത്തിൻ്റെ സെക്സ് ക്രോമസോം കോമ്പിനേഷൻ എത്രയാണ്? ഓപ്ഷൻ എ XXY, ഓപ്ഷൻ ബി XXX, ഓപ്ഷൻ സി XYY, ഓപ്ഷൻ ഡി X0. ഇപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് X0 ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ എൻസൈം വിച്ച് ഈസ് നോൺ ആസ് മോളിക്കുലാർ സിസേഴ്സ് ഏതാണ്? അത് നമുക്ക് ഓപ്ഷൻ നോക്കേണ്ട കാര്യമുണ്ടോ? മോളിക്കുലാർ സിസേഴ്സ് എന്ന് അറിയപ്പെടുന്നത് എൻസൈംസ് ആണ്. റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസിനെയാണ് മോളിക്കുലാർ സിസേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ സ്യൂഡോസിലോമേറ്റ് അനിമൽ. സ്യൂഡോസിലോമേറ്റ് അനിമൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടേപ്പ് വോം, ഓപ്ഷൻ ബി പ്ലനേറിയ, ഓപ്ഷൻ സി ലിവർ ഹൂക്ക്, ഓപ്ഷൻ ഡി റൗണ്ട് വോം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് റൗണ്ട് വോം ആണ് അല്ലേ. ഇപ്പോൾ പ്ലാറ്റി ഹെൽമെത്തിസിൽ വരുന്ന റൗണ്ട് വോം ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ടെൻഡൻ ജോയിൻസ്. ടെൻഡൻ എന്തിനാണ് ജോയിൻ ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓപ്ഷൻ എ ബോൺ ടു ബോൺ, ഓപ്ഷൻ ബി മസിൽ ടു ബോൺ, ഓപ്ഷൻ സി ബോൺ ടു കാർട്ടിലേജ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം മസിൽ ടു ബോണിനെ കണക്ട് ചെയ്യുന്നതാണ് ടെൻഡൻ. എ ചൈൽഡ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ് ഓ വിൽ ഹാവ് പേരൻസ് ഓഫ് ബ്ലഡ് ഗ്രൂപ്പ്സ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ആൻഡ് ബി, ഓപ്ഷൻ ബി O ആൻഡ് AB, ഓപ്ഷൻ സി O ആൻഡ് A ഓർ B, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പം ചൈൽഡ് ബ്ലഡ് ഗ്രൂപ്പ് O ആയിട്ടുള്ള പേരൻസിന് ഏതൊക്കെയാണ് പേരൻസിൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ആവാവുന്നത്? അപ്പോൾ ഇതിലേതാണോ എയും ബിയും ആവാൻ പറ്റുമോ? കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദീസ്. അപ്പോൾ O ബ്ലഡ് ഗ്രൂപ്പ് വരണമെങ്കിൽ കുട്ടികളുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി അല്ല, ഓപ്ഷൻ സി ആണ്. അച്ഛന് എന്താണ് ഓയോ അല്ലെങ്കിൽ പേരൻസിന് O ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലെങ്കിൽ അതായത് അമ്മയ്ക്ക് O ബ്ലഡ് ഗ്രൂപ്പ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ അച്ഛന് എയോ ബിയോ ബ്ലഡ് ഗ്രൂപ്പ് ആവാം. അതായത് എ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ I ആണല്ലോ അതിൻ്റെ ജീനോ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പം അവർ തമ്മിൽ ക്രോസ് ചെയ്യുമ്പം O ബ്ലഡ് ഗ്രൂപ്പുള്ള ചൈൽഡ് ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു ആൻസർ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA വിച്ച് ഡിറ്റർമിൻസ് എ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ ഈസ്. ഓപ്ഷൻ എ റിക്കോൺ, ഓപ്ഷൻ ബി സിസ്ട്രോൺ, ഓപ്ഷൻ സി മ്യൂട്ടോൺ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ സിസ്ട്രോൺ ആണ് കറക്റ്റ് ആൻസർ. ദ ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് DNA വിച്ച് ഡിറ്റർമിൻസ് എ സിംഗിൾ പോളിപെപ്റ്റൈഡ് ചെയിൻ എന്ന് പറയുന്നത് സിസ്ട്രോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് അയൺ പ്ലേസ് എ വൈറ്റൽ റോൾ ഇൻ ദ ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. ഓപ്ഷൻ എ സോഡിയം, ഓപ്ഷൻ ബി പൊട്ടാസ്യം, ഓപ്ഷൻ സി മാംഗനീസ്, ഓപ്ഷൻ സി കോപ്പർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാംഗനീസ് ആണ്. ഓക്കെ, ഫോട്ടോലൈസിസ് ഓഫ് വാട്ടർ ഡ്യൂറിങ് ഫോട്ടോസിന്തസിസ്. കാരണം എന്താണ്, ക്ലോറോപ്ലാസ്റ്റിൻ്റെ ക്ലോറോഫിൽ എന്ന് പറയുന്ന സെൻട്രൽ ആയിട്ടുള്ള മോളിക്യൂൾ അയൺ ഏതാണ്? മാംഗനീസ് ആണ്. ഓക്കെ, അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, അഗാരിക്കസ് ബിലോങ്സ് ടു ദ ക്ലാസ്. ഓപ്ഷൻ എ അസ്കോമൈസീസ്, ഓപ്ഷൻ ബി ഫൈക്കോമൈസീസ്, ഓപ്ഷൻ സി ബെസിഡോമൈസീസ്, ഓപ്ഷൻ ഡി ഡ്യൂട്രോമൈസീസ്. അപ്പോൾ അഗാരിക്കസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ബെസിഡോമൈസീസിൽ വരുന്ന ഫഞ്ചയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റൈബോസോം
of eukaryote is? Option A 80 years, option B 70 years, option C 50 years, option D 40 years. Correct answer option A ആണ് 80 years. അടുത്ത question, which of the following plant hormone is known as stress hormone? സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഓപ്ഷൻ എ ഓക്സിൻ, ഓപ്ഷൻ ബി ഗിബർലിൻ, ഓപ്ഷൻ സി അബ്സിസിക് ആസിഡ്, ഓപ്ഷൻ എ എഥിലീൻ. അബ്സിസിക് ആസിഡ് ആണ് സ്ട്രെസ് ഹോർമോൺ എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, അനിമോഫിലി റെഫേഴ്സ് ടു. അനിമോഫിലി എന്ന് പറയുന്നത് വിൻഡ് പോളിനേഷനെയാണ് നമ്മൾ അനിമോഫിലി എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. പോളിനേഷൻ ബൈ ഏജൻസി ഓഫ് വിൻഡ്. ഓക്കെ, അനിമൽസ് ആണെങ്കിൽ സൂഫിലി എന്ന് പറയും. ദെൻ ബാറ്റ്സ് ആണെങ്കിൽ കൈറപ്റ്റോഫിലി എന്ന് പറയും. ബേർഡ്സ് ആണെങ്കിൽ ഓർണിത്തോഫിലി എന്ന് പറയും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, മെച്ചുറേഷൻ ഓഫ് ആന്തർ ആൻഡ് സിഗ്മ ഓഫ് എ ഫ്ലവർ അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഈസ് നോൺ ആസ്. രണ്ട് ടൈമിൽ മെച്ചുറേഷൻ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഓപ്ഷൻ എ ഡൈക്കോഗമി, ഓപ്ഷൻ ബി ഹെട്രോസ്റ്റൈൽ, ഓപ്ഷൻ സി ഹെർക്കോഗമി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദീസ്. അപ്പോൾ ഇതിനകത്ത് ഡൈക്കോഗമിയാണ് ആന്തറും സ്റ്റിഗ്മയും ഡിഫറെൻറ്റ് ടൈമിൽ മെച്ചുറാവുന്ന പ്രോസസ്സ് ടു അവോയ്ഡ് ദ എന്താണ് സെൽഫ് പോളിനേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, അരാക്കിസ് ഹൈപ്പോജിയെ ബിലോങ്സ് ടു ദ ഫാമിലി ഓഫ്. ഓപ്ഷൻ എ ഫാബേസിയ, ഓപ്ഷൻ ബി സോളനേസിയ, ഓപ്ഷൻ സി ലിലിയേസിയ, നൺ ഓഫ് ദീസ്. അപ്പോൾ അരാക്കിസ് ഹൈപ്പോജിയ എന്ന് പറയുന്നത് ഫാബേസിയയിൽ വരുന്ന പ്ലാന്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ദ കേംബിയം വിച്ച് പ്രൊഡ്യൂസസ് കോർക്ക് ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഫെല്ലോഡേം, ഓപ്ഷൻ ബി ഫെല്ലം, ഓപ്ഷൻ സി പെരിഡേം, ഓപ്ഷൻ ഡി ഫെല്ലോജൻ. അപ്പം കേംബിയം പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അതായത് കേംബിയം വിച്ച് പ്രൊഡ്യൂസസ് കോർക്ക് ഈസ് നോൺ ആസ് ഫെല്ലോജൻ. ഓക്കെ, ഫെല്ലോജൻ ആണ് കോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത, നെയിം ദ ഫംഗസ് വിച്ച് ഈസ് എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ജനറ്റിക് സ്റ്റഡീസിന് വേണ്ടി എക്സ്റ്റെൻസീവായിട്ട് യൂസ് ചെയ്യുന്ന ഫംഗസ് ഏതാണ്? ഓപ്ഷൻ എ റൈസോപ്പസ്, ഓപ്ഷൻ ബി ന്യൂറോസ്പോറോ, ഓപ്ഷൻ സി പെനിസിലിയം, ഓപ്ഷൻ ഡി മ്യൂക്കർ. ഇപ്പോൾ ന്യൂറോസ്പോറയാണ് ജനറ്റിക് സ്റ്റഡീസിനായിട്ട് ഒരുപാട് യൂസ് ചെയ്യുന്ന ഫംഗസ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ദ സൈറ്റ് ഓഫ് ഡാർക്ക് റിയാക്ഷൻ ഫോട്ടോസിന്തസിസ്. ഫോട്ടോസിന്തസിൽ ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ ഗ്രാന, ഓപ്ഷൻ ബി സൈറ്റോപ്ലാസം, ഓപ്ഷൻ സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഓപ്ഷൻ ഡി സ്ട്രോമ. അപ്പോൾ നിങ്ങൾക്കറിയാം ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത് സ്ട്രോമയിലും ലൈറ്റ് റിയാക്ഷൻ നടക്കുന്നത് ഗ്രാനയിലുമാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്, സ്ട്രോമയിലാണ് ഡാർക്ക് റിയാക്ഷൻ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കഴിയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അപ്പം അടുത്ത സെക്ഷനിൽ വീണ്ടും കാണാം. അതുവരെ ബൈ.